ശക്തമായ ഇന്ത്യൻ പ്രതിരോധം ഒരു നേർക്കാഴ്ച. രാജ്യം 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ ഒരുങ്ങവേ കഴിഞ്ഞ 7.5 പതിറ്റാണ്ടുകളായി പ്രതിരോധ മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ്. എല്ലാ മേഖലയും പോലെ പ്രതിരോധത്തിലും ആത്മനിർഭരത അഥവാ സ്വാശ്രയത്വം പ്രകടമാണ്. ഇൻസാസ് റൈഫിൾ മുതൽ സൂര്യ ഭൂഖണ്ഡാനന്തര മിസൈലുകൾ വരെ നീളും ആ പട്ടിക. പ്രതിരോധ ഗവേഷണ മേഖലയിൽ ഇന്ത്യ നേടിയ ഈ കുതിച്ചുചാട്ടത്തിന് നാം നന്ദി പറയേണ്ടത് കഠിനാധ്വാനികളും മിടുക്കരുമായ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരോടാണ്. രാപ്പകൽ ഭേദമന്യേ അവരുടെ ത്യാഗവും വിയർപ്പും അർപ്പണ മനോഭാവവുമാണ് ഇന്ന് ഇന്ത്യയെ ഒരു പ്രതിരോധ ശക്തിയാകാൻ സഹായിച്ചത്. സൈനിക സാമഗ്രികൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. കാലഹരണപ്പെട്ടതും ഗുണമേന്മയും ഇല്ലാത്തതുമായ പ്രതിരോധ സാമഗ്രികൾ അമിത വില ഈടാക്കി അവർ നമ്മെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. ഒപ്പം വിൽപ്പനാനന്തര സേവനങ്ങൾ നൽകാതെ നമ്മുടെ സൈന്യത്തെ അവർ ശ്വാസം മുട്ടിച്ചു. അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്പെയർ പാർട്സ് പോലുള്ള അവശ്യ വസ്തുക്കൾ നൽകാതെ യുദ്ധസമയത്ത് നമ്മുടെ സൈനിക ശക്തിയെ അവർ തളർത്തി. ഇത് ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് സഹായകരമായി. അവർ പല അതിക്രമങ്ങൾക്കും മുതിർന്നു. പക്ഷേ നമ്മുടെ ധീര സൈനികർ അതിനൊക്കെ ശക്തവും യുക്തവുമായ മറുപടി നൽകി അവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. യുദ്ധസമയത്ത് പരിക്കേൽക്കുന്ന സൈനികർക്കുള്ള അത്യാവശ്യ സാമഗ്രിയായ ഫീൽഡ് ഡ്രസ്സിംഗും കോമ്പാറ്റ് ഡ്രസ്സും പോലും UK, റഷ്യ പോലുള്ള വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് നമുക്കുണ്ടാക്കി. ഒരു സമയത്ത് അമേരിക്ക, UK, റഷ്യ എന്നീ രാജ്യങ്ങൾ അവരുടെ സൈന്യം ഉപയോഗശേഷം സേവനത്തിൽ നിന്നും പിൻവലിച്ച സൈനിക വാഹനങ്ങളും മറ്റു ഉപകരണങ്ങളും ഇന്ത്യക്ക് വൻതുകയ്ക്കാണ് മറച്ചു വിറ്റിരുന്നത്. ഈ കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ യുദ്ധോപകരണങ്ങൾ നിരവധി അപകടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയും അതിൽ നിരവധി ധീര സൈനികർക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു. കൂടാതെ ഇവയുടെ പരിപാലന ചിലവും വളരെ ഭീമമായിരുന്നു. സ്പെയർ പാർട്സുകളുടെ ദൗർലഭ്യത നമ്മുടെ സൈന്യത്തിന് അനാവശ്യ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. ഇന്ത്യൻ സൈന്യത്തിനായി പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങളാണ് DRDO, HAL, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, ബ്രഹ്മോസ് എയ്റോസ്പേസ് ലിമിറ്റഡ്, ആർമേർഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ്, ഹെവി വെഹിക്കിൾസ് ഫാക്ടറി ആവണി, വെഹിക്കിൾ ഫാക്ടറി ജബൽപൂർ, ഓർഡിനൻസ് ഫാക്ടറി ഖമോറിയ, ഹൈ എക്സ്പ്ലോസീവ് ഫാക്ടറി ഘട്കി, റൈഫിൾ ഫാക്ടറി ഇഷാപൂർ എന്നിവ. ഫൈറ്റർ വിമാനങ്ങൾ, സൈനിക ഹെലികോപ്റ്ററുകൾ, UAVകൾ, മറ്റ് സൈനിക വിമാനങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്ന HAL. ബാംഗ്ലൂരാണ് ഈ സ്ഥാപനത്തിന്റെ ആസ്ഥാനം. തദ്ദേശ നിർമ്മിത ആധുനിക യുദ്ധവിമാനമായ തേജസ്, ധ്രുവ്, പ്രചണ്ഡ, രുദ്ര ഹെലികോപ്റ്ററുകൾ എന്നിവ കൂടാതെ റഷ്യൻ യുദ്ധവിമാനത്തിന്റെ ഇന്ത്യൻ ലൈസൻസ് പതിപ്പായ സുഖോയ് 30 MKIയും ഇവിടെ നിർമ്മിക്കുന്ന യുദ്ധോപകരണങ്ങളിൽ ചിലതാണ്. കേരളത്തിലെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനമായ വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ഉൾപ്പെടെ നിരവധി യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും മറ്റ് സൈനിക ജലയാനങ്ങളും നിർമ്മിക്കുന്നു. ചെന്നൈയിലെ ആവടിയിൽ പ്രവർത്തിക്കുന്ന ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിലാണ് ഇന്ത്യൻ കരസേനയുടെ അഭിമാനമായ യുദ്ധ ടാങ്കുകളായ T-90 ഭീഷ്മ, അർജുൻ ടാങ്ക്, T-72 അജയ എന്നിവ കൂടാതെ കാർത്തിക് BLT, M46 കാറ്റാപുൾട്ട് എന്നീ സൈനിക വാഹനങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കുന്നത്. ഇന്ത്യയുടെ മിസൈൽ കരുത്തിന് പിന്നിൽ ഡൽഹി ആസ്ഥാനമായുള്ള DRDO ആണ്. അഗ്നി പരമ്പരയിലുള്ള ദീർഘദൂര മിസൈലുകൾ, പൃഥ്വി പരമ്പരയിലുള്ള മിസൈലുകൾ, വരുൺ, ആകാശ്, നാഗ്, പ്രഹാർ, പ്രളയ്, ഭൂഖണ്ഡാനന്തര മിസൈലായ സൂര്യ, അസ്ത്ര, ശൗര്യ, നിർഭയ്, K പരമ്പരയിലെ മിസൈലുകൾ എന്നിവ നിർമ്മിക്കുന്നത്. പൊഖ്റാൻ 1, പൊഖ്റാൻ 2 ആണവ പരീക്ഷണങ്ങളിലൂടെ ഒരു ആണവ ശക്തിയാകാനും ഇന്ത്യക്ക് കഴിഞ്ഞു. ഇന്ത്യയുടെ മിസൈൽ മാനും പിൽക്കാലത്ത് ഇന്ത്യൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം, ഡോക്ടർ R ചിദംബരം, ഇന്ത്യയുടെ മിസൈൽ വുമൺ ടെസി തോമസ്, ഡോക്ടർ ശിവതാണു പിള്ള തുടങ്ങിയ പ്രഗത്ഭ ശാസ്ത്രജ്ഞർ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന കുതിപ്പിന് വേഗവും ശക്തിയും പകർന്നു. റിസാറ്റ് പരമ്പരയിലെ ചാര ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തിൽ നിന്നും സദാ ഇന്ത്യയുടെ അതിർത്തികൾ നിരീക്ഷിച്ച് ശത്രു രാജ്യങ്ങളുടെ അതിക്രമങ്ങളിൽ നിന്നും ഇന്ത്യക്ക് സംരക്ഷണം നൽകുന്നു. ISROയുടെ നിരവധി ഉപഗ്രഹങ്ങൾ ഭൂമിയെ വലം വെച്ച് ഇന്ത്യൻ സായുധ സേനയ്ക്ക് ആവശ്യമായ വിവരങ്ങൾ സമയാസമയം നൽകുന്നു. ശക്തവും സുരക്ഷിതവുമായ ഭാരതം എന്നതാണ് ഇക്കൊല്ലത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ സായുധ സേനകളുടെ പ്രമേയം. ഇതിൽ സംയുക്ത സേനാ പ്രവർത്തനങ്ങളും പരേഡിന്റെ ചരിത്രത്തിൽ ആദ്യമായി അവതരിപ്പിക്കും. 76ാം റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യയുടെ അഭിമാനമായ T-90 ഭീഷ്മ ടാങ്കുകൾ, അർജുൻ ടാങ്കുകൾ, ലൈറ്റ് ടാങ്ക് സരോവർ, K9 വജ്ര പീരങ്കികൾ, ചേതക് ഓൾ ടെറൈൻ വാഹനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, പ്രളയ് മിസൈൽ സംവിധാനം, നാഗ് മിസൈലുകൾ, ആകാശ് മിസൈലുകൾ, സുഖോയ് 30 MKI, റഫാൽ, ഡോർണിയർ എന്നീ യുദ്ധവിമാനങ്ങളും അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകളും പരേഡിൽ അണിചേരും.
രക്ഷാ കവച് എന്ന പ്രമേയവുമായി വിവിധ യുദ്ധ സംവിധാനങ്ങളെ കോർത്തിണക്കി DRDOയുടെ ടാബ്ലോയും ഇന്ത്യൻ സൈനിക കരുത്തിന്റെ പ്രതീകമായി റിപ്പബ്ലിക് ദിന പരേഡിൽ ഭാരതത്തിന്റെ അഭിമാനവും ആത്മനിർഭരതയും എടുത്തുകാട്ടും. കൂടാതെ വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെ മാർച്ച് പാസ്റ്റും പരേഡിന്റെ മാറ്റുകൂട്ടും.